പച്ച മഞ്ഞ ചുവപ്പ് ആകെ മൊത്തം കളറാണല്ലോ. ചവിട്ടി പിടിച്ചത് എങ്ങോട്ടാ പോയൊക്ക. ഓ, തട്ട് പൊളിക്കാനുള്ള പോക്കായിരുന്നോ? രാജാവും മന്ത്രിമാരും പടയാളികളും അങ്കത്തട്ടിൽ തകർക്കുകയാണ്. ആ കാലൊക്കെ പോണത് നോക്കിയേ. എളുപ്പല്ലാട്ടാ ഇങ്ങനെ ഓരോന്ന് പഠിച്ചെടുക്കാനേ. ദേ ഇങ്ങനെ കാല് പൊക്കി ഇടത്തോട്ടോ വലത്തോട്ടോ. നിർത്ത്, ഇതിങ്ങനൊന്നും അല്ലടാ. അല്ല മാഷേ, അപ്പൊ ചവിട്ടാൻ അറിഞ്ഞാൽ ചവിട്ടാടം കളിക്കാൻ പറ്റില്ലേ? ചവിട്ടാൻ അറിഞ്ഞാൽ ചവിട്ടാടം കളിക്കാൻ പറ്റില്ല. ആ ചവിട്ടുനാടത്തിന് പല ഘടകങ്ങളുണ്ട്. അതിൻ്റെ ചുവടുകൾക്കുള്ള ഭംഗി, കൈയുടെ മാറ്റങ്ങൾ, മുഖത്തിൻ്റെ ഭാവാഭിനയങ്ങൾ, ഇതെല്ലാം ചവിട്ടുനാടകത്തിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ അതിനോടൊപ്പം പാട്ടുകൾ, അതിൻ്റെ വായ്ത്താരികൾ, അതിൻ്റെ സ്വൽപ്പദങ്ങൾ ഇതെല്ലാം പഠിക്കണം. അങ്ങനെ മാത്രമേ ചവിട്ടുനാടകത്തിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങ് 16-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്നതാണ് ഈ ഒരു ഐറ്റം. പള്ളിപ്പെരുന്നാളിനും മറ്റ് ആഘോഷങ്ങൾക്കും തട്ടേ കയറുന്നവരെ ആരാധിക്കാൻ അന്ന് ആളുകൾ ഏറെയായിരുന്നു. ജീവിതം മാറ്റിവെച്ച് ചവിട്ട് നാടകത്തിനിറങ്ങിയ രാജാക്കന്മാർ വേഷമഴിച്ചാൽ വള്ളമെടുത്ത് അന്നത്തെ വക കണ്ടെത്താൻ ഇറങ്ങണം. പക്ഷെ ഇന്ന് മരപ്പലകയൊന്നും ചവിട്ടി പൊളിക്കണ്ട. പക്ഷെ വെറുതെ ഒരു ചവിട്ടല്ല, വില്ലനായ രാജാവാണ് ഈ കാല് പൊക്കി ചവിട്ടുന്നത്. ഹീറോ രാജാവിൻ്റെ ചുവട് വേറെയാണ്. പിന്നെ ഈ മീശ മാത്രമേ ഉള്ളൂ. ആ ചാടി വീഴുന്നതെല്ലാം പെൺകുട്ടികളാണ്. ചവിട്ടാൻ എന്താ ഇപ്പൊ ആൺകുട്ടികളെ ഒന്നും കിട്ടാറില്ലേ? ഞങ്ങളുടെ സീനിയർ ചേച്ചിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് വരുമ്പം ബോയ്സ് ആയിരിക്കും, ബോയ്സ് അടിപൊളിയായിട്ട് ചാടും, ഭയങ്കര എനർജി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ബോയ്സിനെ കാണാനില്ല, വളരെ കുറവാണ് ബോയ്സ്. ഇപ്പം മാഷ് പഠിപ്പിക്കുന്നതാണെങ്കിൽ പോലും അവിടെ ബോയ്സ് ഇല്ല, ഗേൾസ് ആണെല്ലാം. അപ്പോൾ അവരങ്ങനെ തട്ട് പൊളിച്ച് ഉഷാറാക്കട്ടെ. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ബാനു ഇസ്ഹാഖ്, മീഡിയ 1.